പി.വി. അൻവറിന്റെ പിന്തുണയുമായി കെ.ടി. ജലീൽ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഒരു അധികാര പദവിയും വേണ്ട, CPM സഹയാത്രികനായി തുടരുമെന്നും കെ.ടി. ജലീൽ. സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടുമെന്നും കെ.ടി. ജലീൽ. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ.ടി. ജലീൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. ഒപ്പം ഇരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് FB പോസ്റ്റിൽ പറയുന്നത്? പി.വി. അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ.ടി. ജലീൽ കൂടി രംഗത്ത് വന്നതോടുകൂടി CPM അല്ലെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പി.വി. അൻവർ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ കെ.ടി. ജലീൽ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു പോർട്ടൽ ആരംഭിക്കും, കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പോർട്ടൽ തയ്യാറാക്കുന്നത് എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഇടതുപക്ഷ അംഗങ്ങളായിട്ടുള്ള MLA-മാർ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് തീർച്ചയായിട്ടും CPM-ന്റെ ഉന്നത നേതൃത്വത്തിലും മുഖ്യമന്ത്രി സർക്കാരിന്റെ ഉന്നതനായ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. വലതുപക്ഷമോ UDF-ന്റെ മറ്റാരെങ്കിലുമോ ഭരിക്കുന്ന സമയത്തല്ല ഇരുവരും ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ പോലീസിന്റെ തലപ്പത്തൊക്കെ കള്ളനാണയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനെ തുറന്നു കാണിക്കാൻ ഞങ്ങൾ രണ്ടുപേർ അല്ലെങ്കിൽ ഞാൻ രംഗത്ത് വരുന്നു എന്ന് കെ.ടി. ജലീൽ പറയുമ്പോൾ അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാനോ അവർക്ക് വേണ്ട നടപടിയെടുക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പറയാതെ കെ.ടി. ജലീലൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ കാരാട്ട് റസാഖിനെ പോലെയുള്ള മുൻ MLA-മാർ രംഗത്ത് വരുന്നു. ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ നടത്തിയിരുന്നു. ഇപ്പോൾ കെ.ടി. ജലീലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, ആഭ്യന്തര വകുപ്പിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തുള്ള നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയായിരിക്കും സർക്കാരിന് സൃഷ്ടിക്കുക, അല്ലേ? തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത പരാജയത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്കകത്ത് അസക്തനാവുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളൊക്കെ നടത്തുന്നതിന് വേണ്ടി പലയിടങ്ങളിൽ നടത്തിയിട്ടുള്ള പാർട്ടി യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മറ്റും ചർച്ചയാവുകയും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നാം പിണറായി സർക്കാരിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്ന അപ്രമാദിത്വം രണ്ടാം പിണറായി സർക്കാരിന് ഇല്ലാതാവുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ പി.വി. അൻവറും കെ.ടി. ജലീലൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പാർട്ടിക്കകത്ത് അസക്തനായി കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് CPM-ന്റെ രാഷ്ട്രീയം പോകുന്നത് എന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രത്യേക താല്പര്യപ്രകാരം നിയമിച്ച ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, കൊലപാതകം, സ്വർണം തട്ടിക്കൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ADGP MR അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്നിരുന്ന പി.വി. അൻവർ MLA-ആണ്. ഈ രണ്ടാമത്തെ മന്ത്രിസഭാ പുനഃസംഘടനയിലൊക്കെ സാധ്യതകൾ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്ന ചില ആളുകളായിരുന്നു ഈ പി.വി. അൻവറും കെ.ടി. ജലീലും ഒക്കെ. കെ.ടി. ജലീൽ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു, പിന്നീട് ബന്ധു നിയമന വിവാദമൊക്കെ അകപ്പെട്ട് പുറത്തു പോയതാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ എത്തുമ്പോഴേക്ക് ഇവർക്കൊന്നും മന്ത്രിസഭാ സാന്നിധ്യം കിട്ടുകയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരാട്ട് റസാഖിനെ പോലെയുള്ള ആളുകളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ CPM-ഉമായിട്ട് പിണങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അടിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടി പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടാവുന്നത്. എങ്കിലും മുഖ്യമന്ത്രി അൻവർ പറഞ്ഞതിനോട് ചേർന്ന് വന്നുകൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താനുള്ള ഒരു കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. കെ.ടി. ജലീലൊക്കെ പുറത്തുവിടുക എന്നത് നമ്മുടെ രാഷ്ട്രീയ കേരളം എന്തായാലും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഗൂഗിളാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.